നമസ്കാരം. സൗദി അറേബ്യ ഒറ്റയാലും അമേരിക്കക്ക് എളുപ്പമാകില്ല. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കക്ക് അത്ര പെട്ടെന്ന് വിജയിക്കാൻ കഴിയില്ല എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇവിടെ അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്ന രീതിയിലുള്ള ഭീഷണി ആദ്യം മുഴക്കിയ സമയത്ത് സൗദി അറേബ്യ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഞങ്ങളുടെ ആകാശമോ മണ്ണോ ജലമോ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല, അത് വിട്ടുതരില്ല എന്ന് സൗദി അറേബ്യ വളരെ കൃത്യമായി പറഞ്ഞിരുന്നതാണ്. സൗദി അറേബ്യക്ക് പുറമെ UAE ഇക്കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യ അമേരിക്കയെ സഹായിക്കും എന്ന ചില വാർത്തകൾ പുറത്തു വരുന്നു. ചൈന സൗദിയുടെ ഒരു എയർബേസിന്റെ ചിത്രം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഉപയോഗിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റുകൾ ഈ എയർബേസിൽ വിന്യസിച്ചിരിക്കുന്നു എന്ന ഒരു ചിത്രമാണ്, അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ചൈന പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ബ്രിട്ടൻ അമേരിക്കക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഞങ്ങളുടെ മണ്ണോ ജലമോ ആകാശമോ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ബ്രിട്ടൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകൾ അമേരിക്കക്കെതിരായി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ ദിവസം റഷ്യയെക്കുറിച്ചും അതുപോലെ തന്നെ ചൈനയെക്കുറിച്ചും ഒക്കെ ഇറാനോടൊപ്പം നിലകൊള്ളുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്ന സമയത്ത് പലരും അതിനെ ട്രോൾ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ റഷ്യയും അതുപോലെ തന്നെ ചൈനയും കട്ടയ്ക്ക് ഇറാനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 10 ദിവസമാണ് അമേരിക്ക ഇറാന് കൊടുത്തിട്ടുള്ളത്. 10 ദിവസം കൊണ്ട് ഒരു തീരുമാനത്തിലെത്തണം, ഒരു ആണവ കരാർ ഉണ്ടാകണം, അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കണം. അല്ലാത്ത പക്ഷം ഇവിടെ ചിലതൊക്കെ സംഭവിക്കും, ഒട്ടും നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ള ഒരു ഭീഷണിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്നാൽ ഇറാൻ പറയുന്നത് 10 ദിവസം പോയിട്ട് 10 മിനിറ്റ് പോലും തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഒരുപാട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെ, ആ നിലപാടിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം അത് വേണ്ടെന്ന് വെക്കാൻ തൽക്കാലം കഴിയില്ല, അതിന്റെ തോത് വേണമെങ്കിൽ കുറക്കാം, പക്ഷേ ഉപരോധങ്ങളെ കുറിച്ച് അമേരിക്കയും ആലോചിക്കണം, അത് പിൻവലിക്കാൻ അമേരിക്കയും തയ്യാറാകണം. അതേസമയം ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല, അക്കാര്യം വിദേശികളുമായി ചർച്ച ചെയ്യേണ്ട ഒരു ഗതികേടിൽ ഞങ്ങൾ എത്തിയിട്ടില്ല എന്ന ഒരു നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നു. അക്കാര്യം ആവർത്തിക്കാൻ ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം 10 ദിവസത്തിന്റെ ആവശ്യമില്ല, 10 മിനിറ്റ് മാത്രം മതി. 10 മിനിറ്റിനകം തന്നെ ഞങ്ങളുടെ തീരുമാനം പറയാൻ ഞങ്ങൾക്ക് കഴിയും. ഇനി അമേരിക്ക ആ തീരുമാനം പറഞ്ഞതിന്റെ ഭാഗമായി ഞങ്ങളെ ആക്രമിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തിരിച്ചടി ശക്തമായിരിക്കും. നിങ്ങളുടെ യുദ്ധക്കപ്പലുകൾ മുക്കിക്കളയും, അതിനാവശ്യമായിട്ടുള്ള മിസൈൽ ശേഷി, അതിനാവശ്യമായിട്ടുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് പറഞ്ഞ് കട്ടയ്ക്ക് തന്നെ നിൽക്കുന്ന ഇറാനെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ കൂടെ നിന്നിട്ടുള്ള ചില ആളുകൾ അവർ ഒറ്റുകാരാണ് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ പോലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് ഇറാനുമായിട്ടുള്ള ഈ യുദ്ധം എളുപ്പമാകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയുന്നത്.